നമസ്കാരം. സിദ്ധന്മാർ വാഴുന്ന തിരുവണ്ണാമല മനുഷ്യചിന്തകൾക്ക് അതീതമായ അതിശയങ്ങളുടെ മായാഭൂമിയാണ്. ഇവിടെയുള്ള പല കോവിലുകളിലും പല പല അതിശയങ്ങൾ നടക്കുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. മാസാമാസം കാർത്തിക നക്ഷത്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം ഒരേ ഒരു ചെങ്കഴുനീർപ്പൂ പൂക്കുന്നതും അത് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞില്ലാതാവുന്നതുമായ അതിശയം നടക്കുന്ന ശ്രീമുരുകന്റെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு ബാലസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവണ്ണാമല ജില്ലയിൽ സോമാസിപ്പാടി എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ വള്ളിദേവയാനി സമേതനായി ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഉത്സവമൂർത്തികളായി ജ്ഞാനവിനായകർ, വള്ളിദേവയാനി സമേത ഷൺമുഖർ, പെരിയ നായകർ, ചിന്നനായകർ എന്നിവരും ക്ഷേത്രത്തിലുണ്ട്. ഏകദേശം 83 അടി ഉയരമുള്ള കുന്നിലാണ് സോമാസിപ്പാടി മുരുകൻ കോവിൽ നിലകൊള്ളുന്നത്. ഈ കുന്നിൽ 3 തീർത്ഥങ്ങളും 23 അടി ഉയരമുള്ള 5 നിലയുള്ള കിഴക്ക് ദർശനമായ രാജഗോപുരത്തോടു കൂടിയ ക്ഷേത്രവുമാണ് ഉള്ളത്. ഏകദേശം 18 പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ശ്രീമുരുകൻ ഏതുകാലത്താണ് ഇവിടെ കുടികൊണ്ടത് എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. പണ്ടുകാലത്ത് സോമാസിപ്പാടി എന്ന ഗ്രാമം ജൈനമതസ്ഥർ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നത്രേ. അതിനുദാഹരണമായി ശാന്തിനാഥർ ജൈന ദേവാലയം ഇവിടുണ്ട്. തമിഴ്നാട്ടിൽ ശാന്തിനാഥർക്കായുള്ള ഏക ജൈനാലയവും ഇതാണ്. സെഞ്ചിപ്പാക്കം ഭാഗം ഭരിച്ചിരുന്ന നായ്ക്കന്മാരുടെ അക്രമങ്ങൾക്ക് ഭയന്ന് പല ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ജൈനമതസ്ഥർ സോമാസിപ്പാടിയിലേക്ക് കുടിയേറി. അതിനുശേഷം ഇവിടെ ജൈനാലയം നിർമ്മിച്ചിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ കണക്കുകൂട്ടൽ. ഇവിടെ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിൽ വഴുതങ്കുന്നിൽ ശിലാഫലകങ്ങൾ, ജൈന വിഗ്രഹങ്ങൾ, കൽപ്പടവുകൾ എന്നിവയെല്ലാം ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് എവിടെ നിന്നോ വന്ന പേരറിയാത്ത ഒരു സിദ്ധർ ഈ കുന്നിൻ മുകളിലെത്തി. ദൈവിക സിദ്ധിയാൽ ഈ കുന്നിൽ ശ്രീമുരുകന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി സിദ്ധർ ഒരു വേൽ പ്രതിഷ്ഠിച്ച് അതിന് പൂജ ചെയ്തു വന്നു. ഇത് ശ്രദ്ധിക്കാനിടയായ ഗ്രാമവാസികളും വേലിന് പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമായി തുടങ്ങിയതോടെ ജനക്കൂട്ടം അധികമായി എത്തി വേലിനെ പൂജിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് സിദ്ധരോടൊപ്പം ജനങ്ങളും ചേർന്ന് ശ്രീമുരുകന് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ സിദ്ധർ ഈ കുന്നിൻ ചെരുവിൽ എവിടെയോ മോക്ഷമടഞ്ഞതായി കരുതപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ സിദ്ധരായി ഇവിടെ വന്നത് വേൽമുരുകൻ തന്നെയായിരിക്കാം എന്നാണ് ഭക്തന്മാരിൽ ചിലരുടെ വിശ്വാസം. കാലങ്ങൾ കഴിഞ്ഞുപോയി. ശിഥിലമടഞ്ഞു കിടന്നിരുന്ന ഈ മുരുകൻ കോവിൽ 350 വർഷങ്ങൾക്ക് മുമ്പ് വൈശ്യ സമുദായത്തിലെ സുപ്പുരായ ചെട്ടിയാർ, മുത്തിയാലു ചെട്ടിയാർ എന്നിവർ ഭക്തന്മാരോടൊപ്പം തിരുപ്പണികൾ ചെയ്ത് 1957 1974 കുംഭാഭിഷേകം നടത്തിയതായി വിവരങ്ങളുണ്ട്. പിന്നീട് ഈ കോവിലിൽ രാജഗോപുരം, ശിവസന്നിധി, വിനായക സന്നിധി, മഹാമണ്ഡപം, കലയരംഗം, അന്നദാന മണ്ഡപം, വാഹന മണ്ഡപം എന്നിവയെല്ലാം തിരുവണ്ണാമല ആറുപട മുരുകഭക്ത സംഘം നിർമ്മിക്കുകയും ക്ഷേത്രത്തിൽ 2007 കുംഭാഭിഷേകം നടക്കുകയും ചെയ്തു. തിരുവണ്ണാമല ക്ഷേത്ര ദേവസ്ഥാനത്തിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ കുന്നിൽ 3 തീർത്ഥങ്ങളാണുള്ളത്. കുന്നിന്റെ തെക്ക് ഭാഗത്ത് അടിവാരത്തിലാണ് വലിയ കുളം പോലെയുള്ള ശരവണ തീർത്ഥം. ഈ തീർത്ഥത്തിൽ ആന വെള്ളം കുടിക്കുന്നത് പോലെയാണ് കുന്നിന്റെ ഘടന. ഈ തീർത്ഥത്തിൽ നീരാടിയാൽ സകല പാപങ്ങളും തീരുമെന്നാണ് ഭക്തജന വിശ്വാസം. കോവിലിന്റെ ഇടതുഭാഗത്തുള്ള ചെറിയ തീർത്ഥമായ കുമരതീർത്ഥത്തിൽ നിന്നാണ് ഭഗവാന് അഭിഷേകത്തിനുള്ള ജലമെടുക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഇവിടെയുള്ള ചെങ്കഴുനീർ തീർത്ഥമാണ്. പുരാണങ്ങളിൽ ഏറെ അറിയപ്പെടുന്നൊരു പുഷ്പമാണ് ചെങ്കഴുനീർപ്പൂ. ക്ഷേത്രത്തിന്റെ പിൻവശത്ത് കാണുന്ന ചെറിയൊരു തീർത്ഥമാണ് ചെങ്കഴുനീർ തീർത്ഥം. ഈ തീർത്ഥത്തിലെ ജലത്തിലുള്ള ചെങ്കഴുനീർ ചെടിയുടെ വേരുഭാഗത്ത് ഒരരുമ്പ് പോലെ അല്ലെങ്കിൽ മൊട്ടുപോലെ കാണുന്ന ചെങ്കഴുനീർ മലരാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ലോകമെങ്ങും എത്തിക്കുന്നത്. മാസാമാസം കാർത്തിക നക്ഷത്രം ദിവസം മാത്രം വൈകുന്നേരം 6 മണി മുതൽ 6:45 ഈ ചെങ്കഴുനീർ പൂമൊട്ട് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റു ദിവസങ്ങളിൽ ഒരു പൂ പോലും ക്ഷേത്രതീർത്ഥത്തിലെ ചെങ്കഴുനീർ ചെടിയിൽ പൂക്കുകയുമില്ല. അതിലും വിശേഷം എന്തെന്നാൽ ഈ മലർ ശ്രീമുരുകന് അർപ്പിച്ച് കുറച്ചു സമയങ്ങൾക്കുള്ളിൽ വായുവിൽ അലിഞ്ഞില്ലാതാവുന്നു എന്നതാണ്. എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം താളമേളങ്ങളോടെ പൂജാരി ചെങ്കഴുനീർ തീർത്ഥത്തിലെത്തി ചെങ്കഴുനീർ പൂച്ചെടിയുടെ വേരുഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മൊട്ട് തേടുന്നു. ചെടിയിലുള്ള ഒരേ ഒരു മൊട്ട് പറിച്ചെടുത്ത് താളത്തിൽ വെച്ച് ഭക്തർക്ക് മുന്നിൽ കാണിച്ച് കുന്നിനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ശ്രീമുരുകന് സമർപ്പിക്കുന്നു. സമർപ്പിച്ച് കുറച്ച് നിമിഷത്തിനുള്ളിൽ ആ മൊട്ട് വായുവിൽ അലിഞ്ഞില്ലാതാവുന്ന വിസ്മയം ഈ കലിയുഗത്തിലും നടക്കുന്ന അതിശയമാണ്. ഈ മൊട്ട് പച്ചനിറം അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. ഇത് പച്ചനിറത്തിൽ കാണപ്പെട്ടാൽ നല്ല മഴ കിട്ടും, ഇളം ചുവപ്പ് നിറത്തിലായാൽ നല്ല കാറ്റും മഴയും എന്നിങ്ങനെ ഇതിനെ പ്രതി പല ചിന്തകളുണ്ട്. ഗ്രാമത്തിലെ കൃഷിക്കാർ ഇത് സംബന്ധിച്ചാണത്രേ വിളവുകൾ ഇറക്കുന്നത്. ഈ ചെങ്കഴുനീർ പൂ ദർശിക്കാൻ കാർത്തിക നക്ഷത്ര ദിവസം വൈകുന്നേരം ആയിരക്കണക്കിന് ആളുകളാണ് സോമാസിപ്പാടി മുരുകൻ കോവിലെത്തുന്നത്. ഇത് ദർശിച്ചാൽ ജീവിത പ്രയാസങ്ങളും ഇതുപോലെ അലിഞ്ഞില്ലാതാവുമെന്നത് ഇവിടെ വന്നു പോകുന്ന ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ചെങ്കഴുനീർ തീർത്ഥം ചെറിയ ചുവർ നിർമ്മിച്ച് കതക് വെച്ച് പൂട്ടി ഭദ്രമായി സംരക്ഷിച്ചിരിക്കുന്നു. തീർത്ഥച്ചുവരിൽ വിനായകരുടെയും പഴനിയാണ്ടവരുടെയും ചെറിയ ശില്പങ്ങളുണ്ട്.
ഈ ക്ഷേത്രത്തിന്റെ സ്ഥലവൃക്ഷം അരളിച്ചെടിയാണ്. രാജഗോപുരം കടന്ന് സോമാസിപ്പാടി ബാലസുബ്രഹ്മണ്യ സ്വാമി കോവിലിലേക്ക് പ്രവേശിച്ചാൽ പ്രധാന വാതിലിനരികിൽ മംഗളവിനായകർ, ബലിപീഠം, മയിൽവാഹനം, വലതുഭാഗത്ത് നവഗ്രഹ സന്നിധി, അടുത്തത് രാജഗണപതി സന്നിധി. ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ സോമനാഥീശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ തിരുമേനിയായും ദേവി ശ്രീപാർവതി ജ്ഞാനാംബിക എന്ന നാമത്തിലും കുടികൊള്ളുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിയിൽ ജയവിജയന്മാർ കാവൽ നിൽക്കെ മൂലവർ ശ്രീമുരുകൻ വള്ളിദേവ്യാനി സമേതനായി ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ചെറിയ പ്രതിഷ്ഠയാണെങ്കിലും വലിയ ശക്തിയുള്ള മൂർത്തിയാണിത്. ദീപാരാധന കാണിക്കുമ്പോൾ ശിലയിൽ രക്തോട്ടമുള്ളതായി ഭക്തർക്ക് തോന്നിക്കും. ഭഗവാന്റെ കാൽക്കീഴിൽ പഞ്ചലോഹത്തിൽ ഉത്സവമൂർത്തികളുമുണ്ട്. പ്രധാന പ്രതിഷ്ഠകളല്ലാതെ ജ്ഞാനഗണപതി, പഴനിയാണ്ടവർ, വള്ളിദേവ്യാനി സമേത ഷൺമുഖർ, പത്മാവതി തായാർ, ശ്രീനിവാസ പെരുമാൾ, ഗരുഡാഴ്വാർ, മീനാക്ഷി അമ്മൻ, ജ്ഞാനഭൈരവർ എന്നിങ്ങനെയും പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ 6 ചൊവ്വാഴ്ചകൾ അല്ലെങ്കിൽ 6 വെള്ളിയാഴ്ചകൾ 6 ദീപങ്ങൾ വീതം തെളിയിച്ച് ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യം നിറവേറും എന്നതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസാമാസമുള്ള കാർത്തിക നക്ഷത്രം, ചൊവ്വ, വെള്ളി, ഞായറാഴ്ചകൾ, കന്തഷഷ്ടി വിഴ, ആടിമാസം കാർത്തിക നക്ഷത്രം, തൈമാസം കാർത്തിക നക്ഷത്രം, പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവണ്ണാമലയിൽ നിന്ന് 8 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവണ്ണാമല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.